ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പിടിച്ചു വാങ്ങിയത് വലിച്ചെറിയാൻ സമയമായിരിക്കുന്നു. പാമ്പ്ളാനി പിതാവ് രാജിവെക്കേണ്ടി വരും. നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത എന്നെ ഏൽപ്പിക്കൂ, ഞാൻ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം. എനിക്ക് കഴിവില്ലേ? എനിക്ക് ബുദ്ധിയില്ലേ? ഞാൻ ബുദ്ധി രാക്ഷസനല്ലേ? എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ലേ? എനിക്ക് അവിടെ ആളുകൾ മറ്റു ബന്ധമില്ലേ? എന്നെല്ലാം കേടും കരഞ്ഞും കാലു പിടിച്ചും നേടിയെടുത്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാമ്പ്ളാനി പിതാവ്. ആ ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണൂരുകാരൻ എന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഞാൻ കണ്ണൂരുകാരനാണ് എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അതൊരു ശൈലിയാണെന്ന് അദ്ദേഹം പറയുന്നു. ആയിരിക്കാം, ആ പറഞ്ഞ ശൈലിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയൊരു വാക്കല്ല അത്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഓശാന പാടിയ വേറൊരാൾ എഴുതി അദ്ദേഹം വെടിക്കെട്ടുകാരൻ്റെ പട്ടിയാണെന്ന്. ആരാണ് വെടിക്കെട്ടുകാരനെന്നും ആരാണ് വെടിക്കെട്ടുകാരൻ്റെ പട്ടി എന്നൊക്കെ അദ്ദേഹമാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കുന്നോ മാണിപ്പറമ്പിലച്ച എന്നാണ് ചോദ്യമായിരുന്നത്. മാണിപ്പറമ്പിലച്ചൻ ഉടുക്ക് കൊട്ടിയൊന്നും പേടിപ്പിക്കേണ്ട കാര്യമില്ല. വെടിക്കെട്ടുകാരൻ്റെ പട്ടി ഉടുക്ക് കൊട്ടാതെ തന്നെ പേടിച്ചോടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാനോ ടോയ്ലറ്റ് പോകാനോ അനുവദിക്കാതെ പാമ്പ്ളാനി പിതാവിനെ തടഞ്ഞു വെക്കാൻ സത്യവിശ്വാസികൾ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികൾ നിർബന്ധിതരാവുകയായിരുന്നു. മെത്രാന്മാരെ തീരുമാനിച്ച ഏകീകൃത കുർബാന വേണമെന്ന് ആവശ്യപ്പെടാൻ വന്നവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്ത ആളാണ് പാമ്പ്ളാനി പിതാവ്. ഏത് മെത്രാന്മാരെ തന്നെ തീരുമാനിച്ച, പാമ്പ്ളാനി പിതാവും അടക്കമുള്ള മെത്രാന്മാർ തീരുമാനിച്ച കുർബാന ഞങ്ങൾക്ക് വേണം, അനുവദിച്ചു തരണം, സമവായം വേണ്ട, ഈ ഇല്ലിസിറ്റ് കുർബാന വേണ്ടെന്ന് പറയാൻ വന്നവർക്കെതിരെ ഷോക്കോസ് നോട്ടീസ്. നോക്കുക, സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ നടപടി. സഭയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന തോട്ടുപുറം അച്ഛനെ ആക്രമിച്ചവരെ സംരക്ഷിക്കുക, നടപടിയല്ല, അവരെ സംരക്ഷിക്കുക, കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക. കൂതാശ വിലക്കുള്ള മണവാളം തുടങ്ങിയ അച്ഛന്മാരെ മണവാട്ടിയെ പോലെ സ്വീകരിച്ചു കൊണ്ട് നടക്കുക. നവവൈദികർ അവർ തോന്നിയാസത്തിന് വിടുക, തോന്നിയ പള്ളി ചെന്നിരിക്കാൻ തോന്നിയ പോലെ വിടുക. എന്നിട്ട് അവർക്ക് മാർപ്പാപ്പയെ ധിക്കരിക്കാൻ അനുവാദം വാങ്ങിച്ചു കിട്ടാൻ വേണ്ടി വത്തിക്കാനോട് ആവശ്യപ്പെടുക, ചോദിക്കുക. സഭയെ സമാധാന മതക്കാർക്ക് തീർ കൊടുക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന ഷൈജുവുമായി മാത്രം ചങ്ങാത്തം, അത് ഹോട്ടൽ മുറിയിൽ. ഉടുപ്പൂരി വിടേണ്ട ശീഷ്മക്കാരനായ മുണ്ടാണൻ അച്ഛന്റെ സൗഹൃദത്തിൽ അഭിരമിക്കുക. ഇത്തരം നാണം കെട്ട കളികളാണ് പാമ്പ്ളാനി പിതാവ് കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നാൾ സഹിക്കും? സഭയുടെ കാര്യങ്ങളിൽ താല്പര്യമെടുക്കാത്തവർ പോലും ഇതെന്താ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു പോയി പാമ്പ്ളാനി പിതാവിന്റെ നെറികെട്ട പരിപാടികൾ കണ്ടിട്ട്. കഷ്ടം വെക്കാണ്, മൂക്കത്ത് വിരലച്ച കഷ്ടം എന്ന് വെക്കുകയാണ് പാമ്പ്ളാനി പിതാവിന്റെ ചെയ്തികൾ കണ്ടിട്ട്. സഭയുടെ കാര്യം താല്പര്യമില്ലാത്തവർ പോലും ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അത്തരം സാഹചര്യം സൃഷ്ടിച്ച അദ്ദേഹത്തെ ഒരു ദിവസം പോലും എറണാകുളം അങ്കമാലിയുടെ അധികാരിയായിട്ട് വേണ്ട. നിങ്ങൾ തലശ്ശേരിയിൽ അന്തഛിദ്രം ഉണ്ടാക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ എന്തിനാ അന്തഛിദ്രം ഉണ്ടാക്കണം? അന്തഛിദ്രം തന്നെ ഉണ്ടാകും. കർത്താവിനോട് കൂറില്ലാതെ, മാർപ്പാപ്പയോട് കൂറില്ലാതെ, മെത്രാൻ സിനഡിന്റെ തീരുമാനത്തിനോട് വിധേയത്വമില്ലാതെ ഏത് മെത്രാൻ പെരുമാറിയാലും അതത് രൂപതകളിൽ അന്തഛിദ്രം ഉണ്ടാകും. ഞാൻ ആവർത്തിക്കുകയാണ്, മാർപ്പാപ്പയെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന പാമ്പ്ളാനി പിതാവ് രാജിവെക്കണം. അങ്ങനെ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ്ളാനി രാജിവെക്കുക എന്ന ഒരു ബോർഡ് അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ പതിപ്പിച്ചു വിട്ടു ഇന്നലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികൾ. കർത്താവിന് ഒറ്റക്കൊടുത്ത യൂദാസിനെ പോലെ പെരുമാറുന്ന അദ്ദേഹത്തിന്റെ കാറിൽ കുരിശും കൊന്തയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അതിലത്തെ കൊന്തയൊക്കെ എടുത്ത് മാറ്റി. ഈ കുരിശും കൊന്തയൊന്നും കാറിനകത്ത് ഇടാൻ യോഗ്യതയില്ല. കാരണം കർത്താവ് ഈശോമിശിഹായ്ക്ക് ഒറ്റിക്കൊടുത്ത യൂദാസിന് തുല്യമായിട്ടാണ് അദ്ദേഹം ഇപ്പം പെരുമാറുന്നത്. ഇവയൊന്നും ഞാൻ അഹങ്കാരത്തോടെ എടുത്ത് പറയല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാതെ അതിനെതിർത്തുകൊണ്ടിരിക്കുന്ന വിമതരെ കെട്ടിപ്പിടിച്ച് നടന്നാൽ ഇവയെല്ലാം സംഭവിക്കുമെന്ന് എത്ര പ്രാവശ്യം ഞാൻ മുന്നറിയിപ്പ് നൽകി. ഇനി ചൂടറിയാൻ പോകുന്നത് അൽമായ മുന്നേറ്റക്കാരും വിമത വികാരിയച്ഛന്മാരുമാണ്.
ഇത് ആരംഭമാണ്. സത്യവിശ്വാസികൾക്ക് ആവേശം നൽകുന്ന ആരംഭം. വിശ്വാസികളുടെ മനസ്സ് വ്യക്തമായി ആവിഷ്കരിക്കപ്പെട്ട സംഭവമാണിത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പും ഒരു താക്കീതുമാണ്. ഇനി സമാധാനത്തിന് വേണ്ടി സമവായം എന്നും പറഞ്ഞ് പാമ്പ്ലാനി പിതാവോ മേജർ ആർച്ച് ബിഷപ്പോ മറ്റേതെങ്കിലും മെത്രാനോ എറണാകുളത്ത് വരേണ്ടതില്ല. സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാൻ നെഞ്ചുറപ്പുള്ളവൻ മാത്രം മതി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മെത്രാനായി. സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാൻ അല്ലാതെ മറ്റൊരു ചർച്ചയ്ക്കുമായും ആരും എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരേണ്ടതില്ല. അൽമായ മുന്നേറ്റക്കാർ എന്ന പേരിൽ ആരെങ്കിലും പള്ളികളിൽ വന്നാൽ അവരെ ആട്ടിപ്പുറത്താക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങനെ ഒരു സംഘടന സഭയുടെ അറിവിലില്ല. അന്യർക്ക് ഞങ്ങളുടെ സഭയിൽ തലയിടാൻ ഇതുവരെ അവകാശം കൊടുത്തിട്ടില്ല. മാർപ്പാപ്പി അനുസരിക്കാത്ത വൈദികർ കത്തോലിക്കരല്ല. അങ്ങനെയുള്ളവർ സുറിയാനി കത്തോലിക്ക സഭയിൽ വികാരിമാരായിട്ട് വേണ്ട. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി എന്നാൽ ശക്തമായി ഇന്നലെ പാമ്പ്ലാനി പിതാവിനോടും സുറിയാനി കത്തോലിക്ക സഭയിലെ സകല മെത്രാന്മാരോടും ഒരുപക്ഷെ മറ്റ് സഭകളിലെ മെത്രാന്മാരോടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികളെ ചുണക്കുട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ ഇനിയും കാര്യങ്ങൾ വഷളാക്കാതെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിലും ബന്ധപ്പെട്ട വേദികൾ പറയാൻ ഞാൻ തയ്യാറുമാണ്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സങ്കീർണമായ പ്രശ്നമായതുകൊണ്ട് വലിയ തരത്തിലുള്ള ആസൂത്രണം വേണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ആസൂത്രണമെന്നും അതൊന്നും എനിക്ക് പരസ്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നതല്ല, പരസ്യമായി പറയേണ്ടതുമല്ല. അത് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടാലോ ചോദിച്ചാലോ ഞാൻ പറയാൻ തയ്യാറാണ്. ചില വേദികളിലും ചില സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് താനും. അതുകൊണ്ട് അറിവില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊന്നും ഈ തൊടുന്യായം പറഞ്ഞു വരരുത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകുക. ചെയ്യാൻ അറിയുന്നവർ ധാരാളം പേരുണ്ട്, അവർ ചെയ്തോളൂ. അവർക്ക് തിന്നൂല തീറ്റിക്കില്ല എന്നുള്ളൊരു പരിപാടി പാടില്ല. ഒന്നുകിൽ നടപടി എടുക്കുക, ഇല്ലെങ്കിൽ രാജിവെച്ച് പോകുക. എന്തൊക്കെ നടപടി വേണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക. ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെയാ പറയുക? അതിനാൽ ഇനിയും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ആസൂത്രണവുമായിട്ട് വന്നാൽ 3 മാസം പോലും വേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇത് മനസ്സിലാക്കാൻ എന്താണ് മെത്രാന്മാർക്ക് കഴിയാത്ത? എന്താണ് ഈ എറണാകുളം അങ്കമാലിയുടെ അധികാരമുള്ള മെത്രാപ്പൊലീത്തയ്ക്കും മേജർ ആർച്ച് ബിഷപ്പിനും വികാരിക്കൊക്കെ അറിയാത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നാണം കെട്ട കളി, സഭാവിരുദ്ധരുമായി ഈ ഒത്തുകളി അത് നടത്തുന്നതെന്ന് ലോകത്ത് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. ഒരു സഭയെ മൊത്തം ബന്ദിയാക്കി നിർത്തുന്ന, സംശയത്തിന് മുന്നിൽ നിർത്തുന്ന ഇത്തരം നെറികെട്ട നാണം കെട്ട പരിപാടി അതിന് നമുക്ക് വേണ്ട. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.